കേരളത്തിലെ കുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ ടീനേജേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും പ്രചാരമുള്ള ഒരു ഗെയിമാണ് ഫുട്ബോൾ. ഫുട്ബോൾ കളിക്കുന്നവർക്ക് ജിമ്മിൽ പോകാനായിട്ട് സാധിക്കും. ഫുട്ബോൾ കളിക്കുന്നവർ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഫുട്ബോളും ജിമ്മും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ? സോ ഫുട്ബോളും ജിമ്മും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഫുട്ബോളും ജിമ്മും ഒരുമിച്ച് കൊണ്ടുപോകണം തീർച്ചയായിട്ടും. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഫുട്ബോളും ജിമ്മും ഒരുമിച്ച് കൊണ്ടുപോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു 3-4 കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാനാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ ഫുട്ബോളും ജിമ്മും തീർച്ചയായിട്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് പറയാനുള്ള കാരണം പറയാം. ഫുട്ബോൾ റെഗുലറായിട്ട് കളിക്കുന്ന ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അയാളുടെ ലോവർ ബോഡി നല്ല രീതിയിൽ ഡെവലപ്പ് ആവും. അവരുടെ ലെഗ് മസിൽസ്, ക്വാഡ്രൈസെപ്സ്, ഹാംസ്ട്രിങ് ഒക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആവും. കുറേ കാലം അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പം അവരുടെ ലോവർ ബോഡി വിൽ ടേക്ക് ഓവർ അപ്പർ ഫിസിക്. അവരുടെ അപ്പർ ഫിസിക്കും ലോവർ ഫിസിക്കും തമ്മിലൊരു ഒരു സിമെട്രി അല്ലെങ്കിൽ ഒരു പ്രൊപ്പോർഷൻ ഉണ്ടാവണമെന്നില്ല വെൻ ദേ പ്ലേ ഫോർ എ ലോങ് ടൈം. സോ ഇതൊരു ലോങ് ടൈമിൽ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഇഫ് യു ആർ ഇൻ ടു പ്രൊഫഷണൽ ഫുട്ബോൾ, നിങ്ങളതൊരു കരിയറായിട്ട് പ്രൊഫഷനായിട്ട് കൊണ്ടുപോകുന്ന ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പർ ബോഡിയും കൂടെ സ്ട്രെങ്തൻ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് വൈസ് മാത്രമല്ല ഞാൻ പറയുന്നത്, ഹെൽത്ത് വൈസ് നിങ്ങളുടെ സ്പൈൻ അതുപോലെ നിങ്ങളുടെ ജോയിൻസ് എല്ലാം പ്രോപ്പർ അലൈൻമെൻറ്റിൽ വരുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പർ ബോഡിയും കൂടെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യണം. വർക്കിംഗ് ഔട്ട് ഇൻ ദ ജിം ഓൺ എ റെഗുലർ ബേസിസ് വിൽ ഹെൽപ്പ് യു ഇൻ ബാലൻസിങ് യുവർ അപ്പർ ഫിസിക് ആസ് വെൽ ആസ് യുവർ ലോവർ ഫിസിക്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ കളിക്കുന്നവർക്ക് ജിമ്മിൽ പോകാം എന്ന് മാത്രമല്ല, തീർച്ചയായിട്ടും പോയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലോവർ ബോഡിയും അപ്പർ ബോഡിയും നല്ല രീതിയിൽ ഒരു പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഒരു സിമെട്രി വരുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ബാക്ക് ഇൻ മൈ ടൈം ക്രിക്കറ്റ് വാസ് മോർ പോപ്പുലർ, സോ ഐ വാസ് ഇൻ ടു ക്രിക്കറ്റ്. അപ്പോൾ നമ്മളുടെയൊക്കെ ഒരു ടൈമിലെ ഒരു ഐക്കോൺ എന്ന് പറയുന്നത് ഷോയബ് അക്തറാണ്. ഐ വാസ് ഇൻ ടു ഫാസ്റ്റ് ബോളിംഗ്. സോ ഷോയബ് അക്തറിനെ പോലെ ബൗണ്ടറി ലൈനിൽ നിന്ന് ലോങ് റണ്ണപ്പ് ആയിട്ട് വന്നിട്ട് ഫാസ്റ്റ് ബോളിംഗ് ചെയ്യുക എന്നാണ് അന്നത്തെ ഒരു ഹരം എന്ന് പറയുന്നത്. So obviously, due to long run up, my leg muscles got stronger than my upper physique. എൻ്റെ ലെഗ് കൂടുതൽ ഡോമിനൻ്റ് ആവാൻ തുടങ്ങി. സോ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്ത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എൻ്റെ അപ്പർ ബോഡി സ്റ്റാർട്ടഡ് പിക്കിംഗ് അപ്പ്. ഇപ്പോഴും ഇഫ് യു ടേക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫിസിക്, ലോവർ ബോഡിയാണ് സ്റ്റിൽ കുറച്ചും കൂടെ ഡോമിനൻറ്റ് ദാൻ മൈ അപ്പർ ഫിസിക്. സോ ആ ഒരു സിമെട്രി പ്രൊപ്പോർഷൻ വരാനായിട്ട് അപ്പർ ബോഡിക്ക് മസ്റ്റായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ജിമ്മിൽ വന്നിട്ട് നിങ്ങൾ റെഗുലറായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി ഫുട്ബോൾ കളിക്കുന്നവർ ജിമ്മിൽ വന്നാൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മറ്റു കുട്ടികളെ പോലെ ആഴ്ചയിൽ 6-7 ദിവസം വർക്കൗട്ട് ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഫുട്ബോൾ എന്ന് പറയുന്നത് വളരെ ഫിസിക്കലി ടാക്സിങ് ആയിട്ടുള്ള, ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്, വിച്ച് വിൽ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ഫാറ്റീഗ് ഇൻ യുവർ ബോഡി ആസ് വെൽ ആസ് ഇൻ യുവർ സെൻട്രൽ നെർവസ് സിസ്റ്റം. ബ്രെയിനകത്ത് ഇരിക്കുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നുള്ളൊരു ഏരിയയിൽ ഒരുപാട് ഫാറ്റിക് അക്യുമുലേറ്റ് ആവും. ഓൾറെഡി നിങ്ങൾ ഡെയിലി ഫുട്ബോൾ കളിക്കുന്ന ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് നിങ്ങൾ വർക്കൗട്ടും കൂടെ 7 ഡേയ്സും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കോർട്ടിസോൾ ഹോർമോൺ നമ്മുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ആവും, വിച്ച് ഈസ് നോട്ട് ഗുഡ് ഫോർ യു. ആസ് എ റിസൾട്ട് നിങ്ങൾക്ക് ഫുൾ ടൈം ഭയങ്കര ഡ്രെയിൻഡ് ഔട്ട് ആയിട്ട് ഫാറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും. നിങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ സ്ട്രെങ്ത്തും പെർഫോമൻസും കാഴ്ചവെക്കാനായിട്ട് സാധിക്കാതെ വരും. സോ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർ മാക്സ് 4 to 5 ഡേയ്സേ പെർ വീക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതിൽ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടിലേക്ക് നിങ്ങളുടെ ശരീരം നിങ്ങളെ കൊണ്ടെത്തിക്കും. യു നീഡ് മോർ റെസ്റ്റ് ആൻഡ് റിക്കവറി. നിങ്ങൾക്ക് കൂടുതൽ റെസ്റ്റ് ആൻഡ് റിക്കവറി ആവശ്യമുണ്ട്. കാരണം നിങ്ങളുടെ ശരീരം ഒരുപാട് ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറ്റ് എ ടൈം, ഫുട്ബോൾ ആസ് വെൽ ആസ് വർക്കൗട്ട്. സോ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി നിങ്ങൾ ഡെയിലി ഫുട്ബോൾ കളിക്കുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ, കട്ട് ഡൗൺ യുവർ വർക്കൗട്ട്സ് ടു 4 to 5 ഡേയ്സ് മാക്സിമം ഇൻ എ വീക്ക്. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ ആസ് ഐ സെഡ് ഏർലിയർ, നിങ്ങളുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഷുഡ് ബി ബ്രിങ്ങിങ് അപ്പ് യുവർ അപ്പർ ബോഡി. കാരണം ലോവർ ബോഡിക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഫുട്ബോളിൽ നല്ല രീതിയിലുള്ള ഒരു സ്റ്റിമുലസ് കിട്ടുന്നുണ്ട് ഫോർ മസിൽ ഗ്രോത്ത്. അപ്പം നിങ്ങളൊരു ആഴ്ചയിൽ 4-5 ദിവസം വർക്കൗട്ട് ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് 4 ഡേയ്സ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് 5 ഡേയ്സ് 3 ഡേയ്സ് എങ്കിലും നിങ്ങൾ അപ്പർ ബോഡിയിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ലോവർ ബോഡിക്ക് ലെഗ് മസിൽസിന് നിങ്ങൾ വീക്ക്ലി 1 or 2 വർക്കൗട്ട് ചെയ്താലും മതിയാകും. മൂന്നാമത്തെ കാര്യം ആക്ച്വലി ഒരു പറയാനുള്ള കാര്യമല്ല, ഇറ്റ്സ് എ കോമൺ മിസ്റ്റേക്ക് ദാറ്റ് ഐ ഹാവ് ഓൾവേസ് ബീൻ സീയിങ് എമംഗ് ദോസ് ഹു ആർ കമ്മിങ് ഫോർ വർക്കൗട്ട് വിത്ത് എ ഫുട്ബോൾ ബാക്ക്ഗ്രൗണ്ട്. കാരണം അവർ ഭയങ്കര എക്സ്റ്റെൻസീവായിട്ട് വാമപ്പ് ചെയ്യും. ഫുട്ബോൾ കളിക്കാനായിട്ട് ഇറങ്ങുമ്പം ഒബ്വിയസ്ലി ഒരു 20 to 30 മിനിറ്റ്സ് വാമപ്പ് ആവശ്യമാണ്. പക്ഷേ അത്രയും ലോങ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ളൊരു വാമപ്പ് നിങ്ങൾക്ക് ജിമ്മിൽ ആവശ്യമില്ല. നിങ്ങൾ ഫുട്ബോൾ കളിക്കാനായിട്ട് റെഡി ആകുമ്പം ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള വാമപ്പും നിങ്ങളിവിടെ ജിമ്മിൽ വന്നിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ ഒരു മാച്ചിന് തയ്യാറെടുക്കുക, അത്രയും തരത്തിലുള്ള വാമപ്പ് നിങ്ങളിവിടെ ജിമ്മിൽ വന്ന് ചെയ്യും. അങ്ങനെ ഒരു വലിയൊരു വാമപ്പ് ജിമ്മിൽ വന്ന് ചെയ്താലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു വിൽ നോട്ട് ഹാവ് എനർജി ലെഫ്റ്റ് ഫോർ യുവർ വർക്കൗട്ട്. ജിമ്മിലെ വാമപ്പ് എന്ന് പറഞ്ഞാൽ മാക്സ് ഒരു 5 to 8 മിനിറ്റ്സ്, അതിനകത്ത് ജിമ്മിലെ വാമപ്പ് തീരണം. യു ഷുഡ് സേവ് യുവർ എനർജി ഫോർ ദ ലിഫ്റ്റിംഗ് വെയ്റ്റ്സ്. അതാണ് മെയിൻ കാര്യം, വാമപ്പ് അല്ല. നാലാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ,
യു ഷുഡ് കൺസ്യൂം മോർ ഇലക്ട്രോലൈറ്റ്സ് ദാൻ ദ ജനറൽ പീപ്പിൾ. കാരണം നിങ്ങൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ സ്വെറ്റ് ഔട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഒരുപാട് വേർപ്പ് നിങ്ങളുടെ ശരീരത്തിലൂടെ പോയിക്കൊണ്ടിരിക്കും. ആൻഡ് ത്രൂ ദാറ്റ് സ്വെറ്റ് നിങ്ങളുടെ ശരീരത്തിലുള്ള ഇലക്ട്രോലൈറ്റ്സ് ലൈക്ക് സോഡിയം, പൊട്ടാഷ്യം ഒക്കെ റെഗുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ ജിമ്മിൽ വരുമ്പോൾ അഗൈൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, വേർക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ജിമ്മുകളും AC ആണ്. സ്റ്റിൽ നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡായിട്ട് ട്രെയിൻ ചെയ്യുന്ന ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ബി സ്റ്റിൽ സ്വെറ്റിംഗ്. ഈ ഒരു ഇലക്ട്രോലൈറ്റ്സ് റിപ്ലനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു ഇളനീർ കഴിക്കാൻ പറ്റുക വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് എ ബെസ്റ്റ് തിങ് യു ക്യാൻ ഗിവ് ടു യുവർ ബോഡി. അതല്ല വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് ഇലക്ട്രോലൈറ്റ്സ് അല്ലെങ്കിൽ ഒരു ORS എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി കഴിക്കണമെന്നില്ല. നിങ്ങൾ നല്ല രീതിയിൽ വേർക്കുന്ന ദിവസങ്ങളിൽ കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ റിപ്ലനിഷ് യുവർ electrolytes and you can bring sodium and potassium back to your body which will be helpful for you. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഇലക്ട്രോലൈറ്റ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാറ്റിക് ഭയങ്കരമായിട്ട് കൂടും. നിങ്ങൾക്ക് ഫുൾ ടൈം ക്ഷീണം, ക്ലാസ്സിലിരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഉറക്കം വരും. അത്രയും നിങ്ങൾ ടയർഡായി മാറും. വിച്ച് വിൽ എഫക്റ്റ് യുവർ പെർഫോമൻസ് ഇൻ യുവർ ഫുട്ബോൾ ഗ്രൗണ്ട് ആസ് വെൽ ആസ് ഇൻ യുവർ സ്റ്റഡീസ്. സോ ഈ ഒരു 4 കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും ഫുട്ബോളും ജിമ്മും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഫുട്ബോളും ജിമ്മും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഫുട്ബോളും ജിമ്മും തീർച്ചയായിട്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. പക്ഷേ ഈ ഒരു 4 കാര്യങ്ങളും നിങ്ങൾ ഓൾവേസ് കീപ്പ് ഇൻ യുവർ മൈൻഡ്. ഹോപ്പ് ദിസ് ഹെൽപ്സ്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ.